ഇന്നലെ നമ്മൾ ചക്കപ്രഥമൻ ഉണ്ടാക്കി. ആ സമയത്ത് ഈ ചക്കയുടെ കുറുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു വെച്ച് എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് മമ്മി ഇത് പുഴുങ്ങി തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചക്കക്കുരു, ഉണക്കച്ചെമ്മീൻ, മാങ്ങ, മുരിങ്ങക്കോൾ എല്ലാം കൂടിയിട്ട് ഒരു കറി ഉണ്ടാക്കി. നമ്മൾ ഈ റെസിപ്പി നേരടിപ്പിഴിഞ്ഞാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന കുക്കിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതങ്ങനെ മാറ്റിയിട്ട് ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഇതിനകത്ത് സ്പൈസും പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലതിലിങ്ങനെ നേരടി തിരുമ്മി ഒരു 2 മിനിറ്റ് നല്ലതിലിങ്ങനെ നേരടി പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് 2 തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നതിനകത്ത്. പിന്നെ ഉണക്കച്ചെമ്മീൻ അതിൽ കൊണ്ട് നല്ല കഴുകി പിന്നെ കുറച്ചും കൂടി ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഇതിനകത്തേക്ക് മോയ്സ്ചറൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഉണക്കച്ചെമ്മീനും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒരു തല വന്നതിന് ശേഷം അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. ഈ മുരിങ്ങക്കോളും മാങ്ങയും പിന്നെ ചക്കക്കുറുക്കും ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് വേവണം. വെന്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 1 തേങ്ങാപ്പാൽ. ഒത്തിരി തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചുട്ടിച്ചിട്ട് അതിനുശേഷം വെളിച്ചെണ്ണ, ചെറുപുള്ളി, കറിവേപ്പില, പിന്നെ കാശ്മീരി മുളക് പൊടി ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ താളിപ്പ് കറിയുടെ മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ കറി സെറ്റാണ്. പിന്നെ ഇത് അപ്പം, റെഡ് റൈസ് ഇല്ലെങ്കിൽ നമുക്ക് കള്ളപ്പത്തിനോട് കഴിക്കാം. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.